നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യം 1600 രൂപ വീതം നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട്. 2025-26 സാമ്പത്തിക വർഷമാകുന്നതോടെ, അതായത് ഏപ്രിൽ മാസമൊക്കെ ആകുന്നതോടെ നമ്മൾ പെൻഷൻ്റെ പുതുക്കൽ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകും, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ സമർപ്പണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ, ബാങ്ക് അക്കൗണ്ട്, സീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യതയാർന്നതാണോ എന്ന് പരിശോധിച്ച് നമ്മൾ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളും വരും. ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഉടമയ്ക്ക് ലഭിക്കുന്നതിനും ഗുണഭോക്താവിന് ലഭിക്കുന്നതിനും അത് കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനും അതോടൊപ്പം തന്നെ അർഹതയുള്ള ഗുണഭോക്താവിന് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങൾ സർക്കാർ വരുത്തിയിട്ടുള്ളത്. നിലവിൽ മസ്റ്ററിങ്ങിൻ്റെ തീയതികളായിട്ടില്ല. വാർഷിക മസ്റ്ററിങ് ജൂൺ ജൂലൈ മാസത്തോടെ ആരംഭിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിലവിൽ ആരും ധൃതി പിടിച്ച അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി പോകേണ്ടതില്ല. നമുക്ക് തടസ്സം കൂടാതെ തന്നെ സർക്കാർ അനുവദിക്കുന്ന ഓരോ പെൻഷൻ തുകയും എത്തിച്ചേരുന്നതാണ്. മസ്റ്ററിങ് തീയതി സർക്കാർ അനൗൺസ് ചെയ്യും. അതിന് നിശ്ചിത സമയവും നിശ്ചയിക്കും. അതിനുശേഷവും ചെയ്യാത്തവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം തടസ്സപ്പെടുക. നിലവിൽ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ ആയിട്ടില്ല. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ തീയതികളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിക്കുമ്പോൾ അതിൽ 1 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ പുറത്താകും. അതിനൊക്കെ വേണ്ടിയുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാകും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ സമർപ്പിക്കേണ്ടി വരിക. എന്നാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തീയതികളായിട്ടില്ല. കൃത്യമായിട്ട് സർക്കാരിൽ നിന്നും അറിയിപ്പ് നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലും അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി ഇട്ടും വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് വിതരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി 12ഓളം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളും ലഭ്യമാണ്. അത് പ്രത്യേകമായിട്ട് കോംബോ പാക്കുകളായിട്ടും അതോടൊപ്പം തന്നെ ഓഫർ പ്രൈസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡുകൾ ഹാജരാക്കി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകിച്ച് വിപണിയിൽ വിലക്കയറ്റം ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, മുൻഗണനാ കാർഡുകളൊക്കെ ആണെങ്കിൽ തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങളോ ഇത്തരത്തിലുള്ള സഹായങ്ങളോ വാങ്ങിയില്ല എങ്കിൽ നമ്മളുടെ മുൻഗണന റദ്ദ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം കൂടിയായി മാറുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ സ്നേഹപൂർവ്വം എന്ന പേരിലുള്ള സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സ്കോളർഷിപ്പാണിത്. അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ ഇരുവരും മരണപ്പെട്ടവർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടവരാണെങ്കിൽ പോലും ആ വിദ്യാർത്ഥിക്ക് അതും 1-ാം ക്ലാസ് മുതൽ ധനസഹായമുണ്ട്. നിലവിലത് PG കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് വരെ സഹായം ലഭ്യമാണ്. +1, +2 തലങ്ങളിലൊക്കെ 750 രൂപ പ്രതിമാസം. ഇനി അതല്ല ഡിഗ്രി കോഴ്സുകളോ അല്ലെങ്കിൽ PG കോഴ്സുകളൊക്കെയാണ്, പ്രൊഫഷണൽ കോഴ്സുകളൊക്കെയാണ് എങ്കിൽ 1000 രൂപ പ്രതിമാസം ലഭിക്കുന്നു. ഇങ്ങനെ 10 മാസത്തേക്കാണ് ധനസഹായം ലഭിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നവർക്ക് 300 രൂപ പ്രതിമാസം. അത് 3000 രൂപയോളം ഒരു വർഷത്തെ നിരക്കിലാണ് നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയൊക്കെയാണ് എങ്കിൽ പോലും നമുക്ക് വലിയൊരു സഹായം തന്നെയുണ്ട്. ഏകദേശം 500 രൂപയോളം പ്രതിമാസം, 5000 രൂപയോളം ഒരു വർഷം നമുക്കപ്പോൾ ലഭിക്കും. അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകൾ ഏപ്രിൽ മാസം 10-ാം തീയതി വരെ സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും അറിയിപ്പുകളെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആശ്വാസകിരണം വിതരണത്തിന് വേണ്ടിയുള്ള തീയതികളൊക്കെ ആയിട്ടുണ്ട്. ഈ ആഴ്ചയോടെ തന്നെ ധനസഹായം എത്തിച്ചേരുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. 600 രൂപ വീതം കുടിശ്ശികയുള്ള നിരവധി ആളുകൾക്ക് ഏറ്റവും വലിയൊരു സഹായമാണിത്. 17 കോടിക്ക് മുകളിൽ തുകയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുവദിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.